കണ്ണു ചിമ്മി തുറക്കും മുൻപേ ആകാശത്ത് ഒരു മിന്നൽ പിണർ, തൊട്ടു പിന്നാലെ കാതടപ്പിക്കുന്ന ശബ്ദം. കണ്ണെത്താവുന്ന ദൂരത്തോളം ചില്ലുകൾ ചിതറിത്തെറിച്ചു. ഇറാനിലെ ലഹമർദ് പട്ടണത്തിലെ ഒരു സാധാരണ സായാഹ്നം ഒരു പേടി സ്വപ്നമായി മാറിയത് അങ്ങനെയായിരുന്നു. കഴിഞ്ഞ മാസം ജനവാസ മേഖലകളിൽ പതിച്ച ഈ മിസൈൽ ആക്രമണം ലോകത്തെയാകെ ഞെട്ടിച്ച വാർത്തയായിരുന്നു. എന്നാൽ ഇതിനെ ഒരു സാധാരണ ആക്രമണം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇവിടെ അരങ്ങേറിയത് അമേരിക്കയുടെ ഏറ്റവും പുതിയതും രഹസ്യ സ്വഭാവമുള്ളതുമായ ഒരു മാരകായുധത്തിന്റെ അരങ്ങേറ്റം ആയിരുന്നോ എന്ന സംശയത്തിലാണ് പ്രതിരോധ വിദഗ്ധർ. CCTV ദൃശ്യങ്ങൾ BBC പുറത്തുവിട്ടതോടെയാണ് ഈ മിസൈൽ ആക്രമണത്തിന് പുതിയൊരു മാനം കൈവരുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞടുക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുൻപ് ആകാശത്ത് അതിവേഗം കുതിക്കുന്ന ഒരു വസ്തു. ഇത് സൂക്ഷ്മമായി വിശകലനം ചെയ്ത പ്രതിരോധ വിദഗ്ധർ ഒന്നടങ്കം പറയുന്നത് അമേരിക്കൻ സൈന്യത്തിന്റെ പക്കലുള്ള ഏറ്റവും പുത്തൻ ആയുധമായ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ്. ലോക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിന് 500 കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട്. 2023 മാത്രം US സൈന്യത്തിന്റെ ഭാഗമായ ഈ അത്യാധുനിക ആയുധം ഒരു യുദ്ധമുഖത്ത് ഉപയോഗിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധത്തിൽ തരംഗമായ ATACMS മിസൈലുകളുടെ പിൻഗാമിയായാണ് ഇവ അറിയപ്പെടുന്നത്. മിസൈലിന്റെ സവിശേഷമായ ആകൃതി, നീളം, അത് സൃഷ്ടിച്ച സ്ഫോടനത്തിന്റെ വ്യാപ്തി എന്നിവ പരിശോധിച്ചാണ് വിദഗ്ധർ ഈ നിഗമനത്തിലെത്തിയത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകരുന്നതും ഭയചകിതരായ ആളുകൾ ഓടുന്നതുമെല്ലാം പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. കെട്ടിടങ്ങളിൽ അവശേഷിച്ച കരിയും ചിന്തിച്ചിതറിയ അവശിഷ്ടങ്ങളും ഒരു പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ വാർഹെഡ് സൃഷ്ടിക്കുന്ന ആഘാതത്തിന് സമാനമാണെന്ന് വിശകലന വിദഗ്ധനായ അമയേൽ കോഡ്കാർസി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ വേഗത്തിലും കൃത്യതയിലുമായിരുന്നു ആ മിസൈൽ ലക്ഷ്യത്തിലേക്ക് പാഞ്ഞെത്തിയത്. എന്നാൽ ഈ ആധുനിക യുദ്ധക്കളത്തിലെ ഡെബ്യൂട്ട് ഒരുപാട് ഹൃദയഭേദകമായ കാഴ്ചകൾക്കായിരുന്നു സാക്ഷ്യം വഹിച്ചത്. ഇറാൻ ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ ആക്രമണത്തിൽ ചുരുങ്ങിയത് 21 പേരെങ്കിലും കൊല്ലപ്പെട്ടു. ജനവാസ മേഖലകളിലെ കെട്ടിടങ്ങളിലും ഒരു സ്പോർട്സ് ഹാളിലുമാണ് മിസൈലുകൾ പതിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 12 വയസ്സുള്ള വോളിബോൾ താരം ഇൽഹാം സയേരിയും വെറും 2 വയസ്സുള്ള ഒരു കുഞ്ഞും ഉൾപ്പെടുന്നുണ്ട്. അതേസമയം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വലുതായിരുന്നു. ഒരു നഗരത്തെ ആകെ ഇല്ലാതാക്കുന്ന കാഴ്ചയും പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു. അതേസമയം തന്നെ പശ്ചിമേഷ്യ യുദ്ധത്തിൽ മുറുകുകയാണ്. അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ